ഹായ് ഗേസ്, അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഈ കാണുന്നതാണ് എൻ്റെ റൂം എന്ന് പറയുന്നത്. ഈ റൂം മൊത്തത്തിൽ അലങ്കൃതമായിട്ട് ഏകദേശം ഒരു മാസത്തോളം ഇതിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് തൂക്കുന്നു വരുന്നു അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ. മൊത്തത്തിൽ ചളക്കുളമായിട്ട് കിടക്കുന്ന ഒരു റൂമാണ് ഗേസ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഒരു 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 മാസം, ഒരു 1.25 മാസത്തിന് ശേഷം മൊത്തത്തിൽ അടിമുടിയായിട്ടൊന്ന് റൂം ചേഞ്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, റൂം ക്ലീനിങ് ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ടേബിളിൽ നിന്ന് തന്നെ തുടങ്ങാം. ടേബിളിൽ തന്നെയാണ് തുടങ്ങിയത്, പക്ഷെ അതിൻ്റെ ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അത് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു സത്യം. എന്തോ എൻ്റെ ഫോണിൽ പറ്റി അത് റെക്കോർഡായില്ല. സോ അത് നമ്മുടെ ടേബിളെല്ലാം എനിക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഫസ്റ്റിലെ തന്നെ ചെയ്യുന്നത് ഫാന് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ടോ. ഫുള്ള് അഴുക്കൊക്കെ മൊത്തത്തിൽ കറുത്താണ് കേട്ടോ ഇരുന്നതിനകത്ത്. കാറ്റ് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാറ്റ് വരുന്നില്ല. ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഫുള്ളാകെ മൊത്തത്തിൽ ഒരു 10 വർഷം കുളിക്കാതിരുന്നാൽ എങ്ങനെ ഇരിക്കുന്നു അതുപോലെയായിരുന്നു എൻ്റെ കേസിൽ ഫാൻ ഇരുന്നതും. അപ്പോൾ അതെല്ലാം ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ടേബിൾ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ആ ഒരു ക്ലിപ്പ് ഡിലീറ്റ് ആയിപ്പോയി, റെക്കോർഡാകെ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അടുത്ത് നമ്മുടെ ഇതിൽ കുറച്ച് നമ്മുടെ എസെൻഷ്യൽസ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതാണ്. നമുക്ക് അത്യാവശ്യം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ലോഷൻസ്, ഓയിൽസ്, അങ്ങനത്തെ നമ്മുടെ പിന്നെ നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനത്തെ ഇരിക്കുന്ന കുറേ സംഭവങ്ങളാണ് കേട്ടോ ആ ഒരു സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാൻഡ് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ചോര് നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടെ പിങ്കി ഉള്ളതുകൊണ്ട് തന്നെ നിറച്ച് പിങ്കിയുടെ മുടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓളം അതും ഇതും ചവരെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യാതെ മാത്രമേ അതിൻ്റെ മുടി പോകത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുടി ഇങ്ങനെ കർട്ടനിലും ചുവരിലും ഒക്കെ ഇങ്ങനെ പറ്റി ഇരുന്നിട്ട് അലർജിക്കുള്ളൊരു ചാൻസ് ഉണ്ട്. അലർജി കൂടുമ്പോഴത്തേക്കാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാൻ തുടയ്ക്കാൻ പോകുന്നത്. അപ്പം 2 ദിവസമായിട്ട് ഭയങ്കര തുമ്മലാണ്. സോ അത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെക്കണം. കാരണം നമുക്ക് അടുത്ത വരുന്ന വീക്കിൽ നമുക്ക് വിശേഷ ദിവസം അപ്പോൾ ഗസ്റ്റുകളുണ്ട്. സോ അതിന് മുമ്പ് ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണം. ആ ഒരു ക്ലീനിങ് ആണ് കേട്ടോ ഈ നടക്കുന്നത്. കുറേ നാളായിട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ടുള്ള പൊടി ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഈ ഒരു ടേബിൾ, ഈ ഒരു സ്റ്റാൻഡ്, ഇത് നമുക്ക് ഇപ്പം ചെടിച്ചട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നല്ല രസമായിരിക്കും കേട്ടോ. നമ്മളിപ്പം ഒന്ന് അലങ്കരിക്കാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റാൻഡ് അടിപൊളിയാണ്. ഞാൻ മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 380 ഏകദേശം ഒരു 300 രൂപ എങ്ങാണ്ട് ആയിട്ടുള്ളൂ, 310 അത്രയും കണ്ടായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ പൂച്ച എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് പൂച്ചട്ടിയൊക്കെ എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെല്ലാം നമുക്ക് പിന്നെ ലാസ്റ്റ് നമുക്കത് അറേഞ്ച് ചെയ്യാം. അടുത്ത നമ്മുടെ ഷെൽഫാണ് കേട്ടോ നോക്കുന്നത്. ഇനി ബെഡ് ക്ലീൻ ചെയ്യുന്നതിൻ്റെ വീഡിയോസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് ഷെൽഫ് കാണാം. ഷെൽഫും ഫുള്ളായിട്ട് ദേ കണ്ടോ, എൻ്റെ മേക്കപ്പ് ഇത്രയും മാത്രം മേക്കപ്പ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും മാത്രം സാധനങ്ങൾ ഉണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് കാണുന്നത്. ഓരോന്നിങ്ങനെ അലങ്കൃതമായിട്ട് തന്നെ കിടക്കുവാണ് ഷെൽഫ് എല്ലാം. വരുന്നു ഊരുന്നു എടുത്തെറിയുന്നു, വരുന്നു ഊരുന്നു എടുത്തെറിയുന്നു, ഇത് തന്നെയാണ് നടക്കുന്നത്. സോ അതിന് താഴെയായിട്ട് ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് മേക്കപ്പ് കാര്യങ്ങൾ, ബാഗ്സ്, ചപ്പൽസ്, പിന്നെ നമുക്ക് അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഈ ഒരു ഷെൽഫിൽ ഉണ്ടായിരുന്നു ഗേസ്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഫുള്ള് ഞാൻ തുടച്ചതിന് ശേഷം നമ്മൾ ആ ഒരു വലയും പൊടി എല്ലാം അടിച്ച് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു മോപ്പ് അടിപൊളി സാധനം ഉണ്ടോ. 100 രൂപയേ ഉള്ളൂ, പക്ഷെ നന്നായിട്ട് പൊടികളെല്ലാം പോവും, പെട്ടെന്ന് തന്നെ പൊടി പോകും. ഇല്ലാത്തവരാണ് നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ചോളൂ. നല്ല ഹെൽപ്ഫുള്ളാണ് ഈ ഒരു സംഭവം പൊടിത്തടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ അവിടെ വൈപ്പ് ചെയ്യുന്നുണ്ട്. ഒരു വെയിറ്റ് വൈപ്പ് എടുത്തിട്ട് ഫുള്ള് ഞാൻ തുടയ്ക്കുന്നുണ്ട്. ആ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഫുള്ളായിട്ട് തുടയ്ക്കുന്നുണ്ട്. ഇതിന് വേണമെങ്കിൽ ഈ ഒരു സ്റ്റാൻഡിൽ നിങ്ങൾക്ക് ഒരു പേപ്പറോ അങ്ങനെ എന്തെങ്കിലും തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് അതിന് മുകളിൽ വയ്ക്കുവാണെങ്കിൽ നല്ല രസം ഉണ്ടാവും. പക്ഷേ ഞാനിപ്പോൾ ജസ്റ്റ് തുടച്ചിട്ട് ഞാനങ്ങനെ വയ്ക്കുവാണ്. അപ്പം ഞാൻ കാണിച്ചില്ല, ഇതെല്ലാം ഈ ഡ്രസ്സെല്ലാം, ഈ ഒരു പലാസോ എല്ലാം ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ അൺബോക്സിംഗ് ആയിട്ട് കാണിക്കാമെന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. സോറി, ഡ്രസ്സസ് ആണ്. സോ അതുകൊണ്ടാണ് അവിടെ പൊട്ടിക്കാതെ തന്നെ ഇരിക്കുന്നത്. ഇപ്പം ഇത് വാങ്ങിയിട്ട് ഏകദേശം 1 മാസത്തിൽ കൂടുതലാവും.
അത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യാം. ഒരു ഡ്രസ് ഹോൾ വീഡിയോ അങ്ങനെ ആയിട്ട്. ഒരുപാട് പ്രോഡക്റ്റ്സുകൾ ഉണ്ട് കേട്ടോ അൺബോക്സ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കണ്ടി ഇങ്ങനെ വച്ചേക്കുന്ന പ്രോഡക്റ്റ്സുകളാണ്. അപ്പം ഉടനെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് പൊട്ടിക്കാനുള്ളതെല്ലാം നമുക്ക് ഇവിടെ വെക്കാം. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതും പുറത്ത് പോകാനൊക്കെ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് വയ്ക്കുന്നത് വേറെ റൂമിലാണ്. സോ അവിടെയാണ് അലമാരയും കാര്യങ്ങളൊക്കെ ഉള്ളത്, അവിടെയാണ് ഞാൻ വയ്ക്കുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ അതിന് അത്യാവശ്യ കാര്യങ്ങൾ ഷൂട്ടിൻ്റെ കാര്യത്തിന് മാത്രമാണ് ഈ ഒരു സ്ഥലത്ത് ഞാൻ എല്ലാം വെക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ആ കാണുന്ന ഡ്രസ്സുകളെല്ലാം അൺബോക്സിങ് ഉള്ളതാണ്. ഇതുവരെ ഞാൻ ഇതൊന്നും ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അൺബോക്സ് ചെയ്തതിന് ശേഷം ഇടാന്ന് വെച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇനി വരുന്നതിൻ്റെ ബാക്കി വീഡിയോസ് ഇന്ന് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ലോങ് ആയിപ്പോവും. സോ അതുകൊണ്ട് നമുക്ക് 2 വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ ബാഗ് കളക്ഷൻസ് ആണ് കേട്ടോ. ഞാൻ ഇതിനകത്ത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗും ഉണ്ട്, അല്ലാത്ത ബാഗും ഉണ്ട്. അത്ര ഒരുപാടൊക്കെ ബാഗും കാര്യങ്ങളൊന്നുമില്ല. ഒരു 10-നകത്ത് എന്തായാലും ബാഗ്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ബാഗിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ, ബാഗ് കളക്ഷൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ബാഗാണ് കേട്ടോ, പക്ഷെ നല്ല അടിപൊളി കിട്ടുള്ള ബാഗാണ്. അതെല്ലാം പൊടി തട്ടിയിട്ട് താഴെ തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്, താഴെ അടുത്ത ഷെൽഫിലേക്ക്. ഒരുപാട് അടിപൊളി നല്ല നല്ല വീഡിയോസ് ഇങ്ങനെ ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. എൻ്റെ സമയം അനുസരിച്ചിട്ടായിരുന്നു ഞാൻ ചെയ്യുന്നത്. അത് എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കത്തില്ല. എൻ്റെ ആ ഒരു ടൈമിനനുസരിച്ചിട്ട് മാക്സിമം ഞാൻ ഡെയിലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഇനി ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. മൊത്തമായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് താഴത്തെ തട്ടിൽ നിന്ന് നമുക്ക് ചെരുപ്പിൻ്റെ ആ ഒരു കളക്ഷൻ അവിടെ നിന്ന് മാറ്റിയിട്ട് നമുക്ക് വരുന്നതൊക്കെ ചെരുപ്പ് സാൻഡൽസ് എല്ലാം നമുക്ക് പുറത്തോട്ട് അറേഞ്ച് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത്. ഫുള്ള് തുടച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. എല്ലാന്നുണ്ടെങ്കിൽ പൊടിയാവും. ഇപ്പോൾ ഓൾറെഡി നമ്മൾ പൊടി തുടച്ചിട്ടിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ലൊരു പൊടിയാവാനുള്ള ചാൻസസ് ഞാൻ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ തുടച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ടാണ് തുടയ്ക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യാപ്പോഴത്തേക്ക് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ, നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഡെയിലി ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് കഴിയുന്നതും പോലെ ഞാൻ മാക്സിമം ഡെയിലി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ശ്രമിക്കും. അപ്പം ഇതിൻ്റെ ഈ ഒരു വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ടേബിൾ ഇതാക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ മിസ്സായിപ്പോയി. ഓക്കെ, പിന്നെ ബാക്കി വീഡിയോ നമ്മളെ ഷെൽഫ് ക്ലീനിങ്ങിൻ്റെതും അതിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.